നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിൽ നിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി വളരെയധികം സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ധാർമ്മികതയോടുകൂടി നല്ല മനസ്സോടുകൂടി നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരും അതുപോലെ നിങ്ങളോടുള്ള അസൂയക്കാരും ഒക്കെ കൂടി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മേലെ എപ്പോഴും തന്ത്രങ്ങൾ പ്രയോഗിച്ച് നിങ്ങൾക്ക് ഒരു തടസ്സം ഒബ്സ്റ്റക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാഹുകാലം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് കണ്ടീഷൻ ഇതാണ്, രാഹു ഈ പറയുന്ന ഭാവങ്ങളിലായിരിക്കണം. രാഹു ഉപജയ ഭാവങ്ങളിൽ, പ്രത്യേകിച്ച് കർമ്മക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് രാഹു 10, 11 ഭാവങ്ങളിൽ, 6ാം ഭാവവും എടുക്കാം. പക്ഷേ ഈ ഭാവങ്ങൾ എന്നത് വളരെയധികം ഇഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഈ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഉള്ള മാർഗങ്ങൾ, തന്ത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ മേലധികാരിയോട് നടത്താനും